എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ചിക്കൻ ലോലിപോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ ലോലിപോപ്പ് ഒരു സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഞാനിവിടെ 1 കിലോ ചിക്കൻ ലോലിപോപ്പിൻ്റെ ഫോമിൽ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം എങ്ങനെയാണ് ചിക്കൻ വിങ്സ് ഇതുപോലെ ലോലിപോപ്പ് ആക്കി എടുക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ വിങ്സിൻ്റെ നടുക്ക് 2 ബോൺസും മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് മുറിച്ചാൽ പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നടുക്ക് മുറിച്ചതിന് ശേഷം ഇതിൻ്റെ താഴെ നിന്നിങ്ങനെ ഫ്ലഷ് മുറിച്ചു കൊടുക്കുക. ഫ്ലഷ് ഒന്ന് മുറിച്ചതിന് ശേഷം ബോണിൻ്റെ ഒരറ്റത്തേക്ക് നമ്മൾ ഇതിങ്ങനെ നീക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നീക്കി ഒരു സൈഡിലേക്ക് ആക്കി ഒരു റൗണ്ട് പോലെ ആക്കി എടുക്കാം ഒരറ്റത്ത്. അങ്ങനെ ഒരു ലോലിപോപ്പ് ഇപ്പോൾ നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പീസും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇതിൽ 2 എല്ലുണ്ട്. അപ്പോൾ അതിൽ കനം കുറഞ്ഞ എല്ല് നമ്മൾ ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്ത് കളയണം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഒരു എല്ലിൻ്റെ അറ്റത്തേക്ക് നമുക്ക് എല്ലാം കൂടി ഇതുപോലെ റൗണ്ട് ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്ക് അതും കൂടി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചിക്കൻ വിങ്ങിന് നമുക്ക് 2 ലോലിപോപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്കുള്ള ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വലുപ്പത്തിൽ ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ഒനിയൻ പൗഡർ, അത് ഓപ്ഷണലാണ്, പക്ഷെ നല്ലൊരു ടേസ്റ്റ് തരുമെന്ന്. 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു മുട്ടയുടെ വെള്ള, 1 ടീസ്പൂൺ സോയാ സോസ്. ഇനി നമുക്കിതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യം സോയാ സോസ് ഒഴിക്കാം. പിന്നെ ഇതിലേക്ക് ബാക്കി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഒനിയൻ പൗഡർ, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ വെള്ളയും കൂടി ഇതിലേക്ക് ചേർക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് മിനിമം ഒരു 45 മിനിറ്റെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കണം.
ഇപ്പം 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും 2 ടീസ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്തിട്ട് നമുക്കിതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ ബാറ്റർ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ലോലിപോപ്പും ഒന്നും കൂടി ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ആദ്യം തീ കൂട്ടി വെച്ചിട്ട് എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ഇതെല്ലാം വറുത്തെടുക്കാനായിട്ട്. ലോലിപോപ്പ് വറുത്തെടുക്കുമ്പം വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വറുക്കരുത്. കുറേശ്ശെ വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടിയിരിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പം ലോലിപോപ്പ് നല്ല ബ്രൗണായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ മാവിൽ മുക്കി ഓരോന്ന് വറുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചാൽ, നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ഫ്ലെയിം ഹൈ ആക്കി വെച്ചിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ എക്സ്ട്രാ ഓയിൽ വല്ലതും പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തോട്ട് പോകാനായിട്ട് നമ്മളത് സഹായിക്കും. ഇനി ഞാൻ ഇതിൻ്റെ സോസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ നമുക്ക് സോസിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട്, ഒരു സ്പ്രിംഗ് ഓനിയൻ, 2-3 വെളുത്തുള്ളി വേണം, ഒരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ വിനീഗറും, 1 ടീസ്പൂൺ പഞ്ചസാര,
1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്കിനി ചിക്കൻ വറുത്ത അതേ പാനിൽ തന്നെയാണ് നമ്മൾ ഈ സോസും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ചിക്കൻ്റെ ഒരു ടേസ്റ്റും ആ സോസിനുണ്ടാവും. അതിന് ആവശ്യത്തിനുള്ള എണ്ണ മാത്രം എടുക്കുക. ഏകദേശം 1 ടീസ്പൂൺ മാത്രം എണ്ണ മതിയാവും നമുക്ക്. അതിനകത്തേക്ക് നമ്മൾ സവോളയും സ്പ്രിംഗ് ഓനിയനും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സോസിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് വഴറ്റുന്നതിന് ശേഷം അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സോസ് പെട്ടെന്ന് കരിഞ്ഞു പോവും. സോസ് ഒന്ന് കുറുകിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്തെടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. സോസ് എല്ലായിടത്തേക്കും വരുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഭയങ്കര ടേസ്റ്റി ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടണം. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ. Thank you.